ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല ഒന്നാം തരം ഒരു ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് നേരത്തെ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇതിനി നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് വേകാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ് ഇത്. കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടും. കാരണം ഇത് കുതിർന്ന് വന്നിട്ടുള്ളതായതുകൊണ്ട് ഒരു വിസിലടുപ്പിച്ചാൽ മതി. 2 വിസിലൊക്കെ അടിക്കുമ്പോൾ തന്നെ ഇത് വെന്ത് എന്താ പറയുക, വെള്ളത്തിനകത്ത് കലങ്ങിപ്പോവും. അപ്പോൾ ഒറ്റ വിസിൽ മാത്രം മതിയാവും. അല്പം മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പും വേകാൻ ആവശ്യമാകുന്ന വെള്ളം ഒഴിച്ച് കുക്കറിനകത്തേക്ക് വെച്ച് ഒരു വിസിലടുപ്പിച്ച് എടുക്കുക. ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ തന്നെ പാകത്തിന് വെന്ത് വന്നോളൂ. ഈ സമയം കൊണ്ട് നമുക്ക് ഗ്രീൻ പീസിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കുക. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്ക, ഒരു ബേ ലീഫ്, 2 കറുകപ്പട്ട നമ്മൾ ഇതിനകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ സ്മെല്ല് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ ഒരല്പം സാജീരകം, നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകം പോലെ ഇരിക്കുന്നതാണ് സാജീരകം. കടയിൽ ചോദിച്ചാൽ കിട്ടും. വലിയൊരു ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 പച്ചമുളക്, ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ എടുക്കുക. ഇതൊരുമാതിരി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമുക്കൊരു വലിയ തക്കാളി കട്ട് ചെയ്ത് അത് ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഒരല്പം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്താണ്. ഒരു ടൊമാറ്റോ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലപോലെ വഴന്ന് വരുമ്പോഴത്തേന് ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിച്ചെന്ന് പറഞ്ഞാൽ ഒരു മാതിരി ചതച്ചെടുത്ത്, 1/2 സ്പൂണ്, 1 സ്പൂണോളം ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. തക്കാളി, ഉള്ളി, പച്ചമുളകും ഇതെല്ലാം കൂടെ, പട്ട, ഏലക്ക ഇതെല്ലാം മൂത്ത് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് ഒഴിച്ചു കൊടുക്കുക. ഒരു വിസിലടുപ്പിച്ചപ്പോഴത്തേനും കണ്ടല്ലേ നല്ലപോലെ വെന്തിട്ടുണ്ട്. പൊട്ടറ്റോ പുഴുങ്ങിയത് കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പൊട്ടറ്റോയും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് ഗ്രീൻ പീസിനകത്ത് ഇട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചെടുത്താലും മതിയാവും കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത്
കൊടുക്കുക. പച്ചമുളകിന് അത്യാവശ്യം എരിയുള്ളതായതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്തില്ല. എരി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പുമിട്ട് നല്ലപോലൊക്കെ തിളച്ച് ഗ്രേവി ഒരുമാതിരി ഒന്ന് തിക്കായി വരുമ്പോഴത്തേന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് തിള തുടങ്ങിയപ്പോഴത്തേന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഒരല്പം മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചപ്പാത്തിക്ക്, അതുപോലെ പൊറോട്ട, ദോശ, ഇഡ്ഡലി, ഇടിയപ്പം എല്ലാത്തിനും നല്ലൊരു കറിയാണ് ഗ്രീൻ പീസ് കറി. നമ്മളിതിനി ഇതിലേക്ക് വറവിടണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 സ്പൂണ് നെയ്യ് ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കടുകിട്ട് പൊട്ടി ഒരു 3-4 വെളുത്തുള്ളി കനം കുറച്ചരിഞ്ഞത് അരൂടിട്ട് അതൊരു ഗോൾഡൻ കളറാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും 2 വറ്റൽമുളകും ഒക്കെ കൂടി ഇട്ട് മൂപ്പിച്ച് അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് നമ്മുടെ ഗ്രീൻ പീസിനകത്തേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അസാധ്യ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റ്. നിങ്ങൾ ഇതുപോലെ ഗ്രീൻ പീസ് ഒന്ന് തയ്യാറാക്കി നോക്കി കേട്ടോ, നല്ല ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നമ്മുടെ ചാനൽ ഇത്രത്തോളം വിജയകരമായി തീരുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. എല്ലാവരോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.